മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എന്താണ് കോഴിക്കോട് മഴയുണ്ട് കാരണം കുട ചൂടി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു മഴയുണ്ട്. ശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്താണ് ഒരു സ്ഥിതി? എന്താണ്? മനു, മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ചെറിയ മഴയാണ്, ചാറ്റൽ മഴ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നഗരത്തിൽ മാത്രമാണ് ചാറ്റൽ മഴ, ഗ്രാമീണ മേഖലയിൽ മഴയില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. 11 മണി മുതൽ അതിശക്തമായ മഴ പലയിടങ്ങളിലും ഗ്രാമീണ മേഖലകൾ ഉണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ, മലയോര മേഖലയിലെ ചിലയിടങ്ങളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നല്ല ശമനമാണ് ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ അറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്ത സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസത്തേക്ക് കടക്കുമ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നഗരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നു, ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്, പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടില്ല. ഏതായാലും കുട്ടികളൊക്കെ തന്നെയും സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ മഴയുടെ മുന്നറിയിപ്പ് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ തന്നെയും വലിയ തരത്തിൽ പ്രളയമുണ്ടായ ഇടങ്ങളുണ്ട്. വെള്ളം കയറി വീടൊക്കെ തന്നെയും വെള്ളത്തിനടിയിലായ സാഹചര്യമൊക്കെ തന്നെയും കണക്കിലെടുത്തുകൊണ്ട് ക്യാമ്പ് തുടങ്ങാനുള്ള നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പ് തുടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ വരെ നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ. ചാറ്റൽ മഴ മാത്രമാണ് കോഴിക്കോട് പെയ്യുന്നത്, അതും നഗരമേഖലയിൽ മാത്രമാണ്. വരും സമയങ്ങളിൽ ഒരുപക്ഷെ എന്താവും എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് മനു. ശരി.